കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. ലാസറെറ്റും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖേന TV-യുടെ പ്രേക്ഷകരായ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടുള്ള അതിയായ സ്നേഹം മൂലം നമ്മളീ ഓരോരുത്തരെയും ഈശോയിൽ എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറി ദൈവത്തിൻ്റെ സ്വന്തമാക്കി നമ്മളെ മാറ്റുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മ ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നയിക്കപ്പെട്ട അമ്മയാണെന്നും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനും ലോകത്തെ രക്ഷിക്കുവാനും ലോകത്ത് അസമാധാനത്തിൻ്റെയും ദുഷ്ടതയുടെയും പ്രളയങ്ങളുണ്ടാകുമ്പോൾ ദൈവമക്കളെ സമാധാനത്തിലേക്കും സത്യത്തിലേക്കും സഹോദരത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അമ്മയുടെ വാത്സല്യത്തോടെ ഈ ലോകത്തിൻ്റെ കലുഷിതമായ അനുഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയും മനുഷ്യൻ കടന്നു പോകുമ്പോൾ ചേർന്ന് നിന്ന് മക്കളെ ഒരുമിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്യുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ആയതിനാൽ പരിശുദ്ധ അമ്മയുടെ ഓരോ സന്ദേശങ്ങളും സ്വർഗത്തിൻ്റെ സന്ദേശങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതങ്ങളിൽ സ്വർഗത്തിന് ഇടപെടുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്ന് പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ 1976 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ മരിയ എസ്പെറൻസ എന്ന് പറയുന്ന ഒരു സഹോദരിക്കും മറ്റ് ഈ സഹോദരിയുടെ കൂട്ടുകാർക്കുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലപ്പെട്ട ചില സന്ദേശങ്ങളാണ് നാം കാണുവാൻ പരിശ്രമിക്കുന്നത്. മരിയ എസ്പെറൻസ എന്ന് പറയുന്ന സഹോദരിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ സഹോദരിയുടെ പിതാവ് മരിച്ചുപോയി. പിതാവിൻ്റെ വാത്സല്യം സ്വീകരിക്കുവാൻ സാധിക്കാതെ തൻ്റെ അമ്മയോടൊത്ത് കഴിഞ്ഞിരുന്ന തൻ്റെ കുട്ടിക്കാലം തനിക്കെല്ലാം തൻ്റെ അമ്മയായിരുന്നു. 2 വയസ്സുള്ളപ്പോൾ പിതാവ് നഷ്ടപ്പെട്ടതിന് ശേഷം മാതാവും പിതാവും എല്ലാം അമ്മയായി അമ്മയോട് ചേർന്ന് ഒരു ജീവിതമായിരുന്നു മരിയ എസ്പെറൻസയുടേത്. അവൾക്ക് 5 വയസ്സ് പ്രായമായപ്പോൾ അമ്മയ്ക്ക് ഒരു ദൂരയാത്ര പോകേണ്ടതായിട്ട് വന്നു. അമ്മ ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരിയ എസ്പെറൻസയ്ക്ക് ഇപ്രകാരം ഒരു ഭയം ഉള്ളിൽ ഉടലെടുത്തു. എൻ്റെ അമ്മ ഈ യാത്രയ്ക്ക് പോയാൽ പോകുന്ന വഴി അമ്മ മരിച്ചു പോകും, അമ്മ ഇനി തിരിച്ചു വരില്ല എന്നൊരു ഭയം അവളെ വേട്ടയാടുവാൻ തുടങ്ങി. അതുകൊണ്ട് അമ്മയുടെ യാത്ര എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. എങ്കിലും അമ്മയ്ക്ക് ഒരു ദൂരയാത്ര പോകേണ്ട അത്യാവശ്യമായതിനാൽ ആ യാത്രയ്ക്ക് അമ്മ പോകേണ്ടിയിരുന്നു.
അമ്മ ഇപ്രകാരം മകളെ ആശ്വസിപ്പിച്ച് യാത്രയ്ക്കായിട്ട് പോവുകയാണ്. മരിയ ഒരുപാട് വേദനിച്ചു. കാരണം അമ്മയെ അവസാനമായി കാണുന്ന നിമിഷമാണ് ഇത് എന്ന് മരിയ ഓർത്തു. അങ്ങനെ ആ വേദനയിൽ, അമ്മ തിരിച്ചു വരില്ല എന്നൊരു ചിന്തയിൽ, അമ്മയെ നഷ്ടപ്പെടുന്ന ഭയത്തിൽ മരിയ അസ്വസ്ഥയായി ആകുലപ്പെട്ടിരിക്കുമ്പോൾ തൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു നദിയുണ്ട്. ആ നദിയിൽ നിന്നും ഒരു സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതായി 5 വയസ്സുകാരി മരിയ കാണുകയാണ്. ആ സ്ത്രീ വളരെ മനോഹരിയാണ്. ആ പുഞ്ചിരിയിൽ വളരെ ഒരു മാധുര്യമുള്ള ഒരു പുഞ്ചിരിയാണ്. അങ്ങനെ മരിയയുടെ അടുത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഈ സ്ത്രീ കടന്നു വന്നപ്പോൾ ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു റോസാ പുഷ്പമുണ്ടായിരുന്നു. ഈ റോസാ പുഷ്പം 5 വയസ്സുകാരി മരിയയ്ക്ക് ഈ സ്ത്രീ സമ്മാനിച്ചു. അവളെ നോക്കി ഒരമ്മയുടെ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ അപ്രത്യക്ഷയായി. ഇത് മരിയയ്ക്ക് വലിയൊരു ആശ്വാസം പകർന്നു. തൻ്റെ അമ്മയെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിലിരുന്ന മരിയയ്ക്ക് പുഴയിൽ നിന്നും ഈ സ്ത്രീ കയറി വന്ന് റോസാപുഷ്പമായി പുഞ്ചിരിച്ചുകൊണ്ട് കയറി വന്ന് തന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് ആശ്വാസമായി പകർന്നത് മരിയയ്ക്ക് വലിയൊരു ശക്തിയായി. അങ്ങനെ അവൾ അമ്മ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ നിന്നും അവൾ മോചിതയായി. ഈ സ്ത്രീ അടുത്തു വന്നപ്പോൾ കിട്ടിയ ആ വലിയ ആശ്വാസത്തിൽ അവൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് അവളുടെ ജീവിതം മുന്നോട്ട് പോയ ഓരോ സമയങ്ങളിലും ഇതുപോലെയുള്ള ചില പ്രത്യേകമായ സ്വർഗീയ ഇടപെടലുകൾ മരിയ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. മരിയയ്ക്ക് ഒരു 12 വയസ്സ് പ്രായമായപ്പോൾ ന്യൂമോണിയ ബാധിച്ച് മരണാവസ്ഥയിൽ മരിയ എത്തിച്ചേരുകയാണ്. രോഗം മൂർച്ഛിച്ചു. പല ഡോക്ടർമാരെയും കണ്ട് ചികിത്സിച്ചു. രോഗത്തിനൊരു ശമനമുണ്ടാകുന്നില്ല. 12ാമത്തെ വയസ്സിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവൾ വേദനിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് മരിയ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഈ രോഗപീഠയിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് സൗഖ്യം നൽകണം, മോചനം നൽകണം. പരിശുദ്ധ അമ്മയോട് ഒരു സ്നേഹവും ബഹുമാനവും ആദരവും മരിയയ്ക്ക് പണ്ട് മുതലേ ഉണ്ട്. പരിശുദ്ധ കന്യകാമൃതി അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവൾ ആദ്യം കൂട്ടുപിടിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് അവൾ പ്രാർത്ഥിച്ച, അമ്മേ, ഒരുപാട് ചികിത്സിച്ചെങ്കിലും എൻ്റെ രോഗം മാറുന്നില്ല. ഡോക്ടേഴ്സ് 2 ദിവസമാണ് മരിയയ്ക്ക് ജീവിക്കുവാൻ കൊടുത്തിരിക്കുക. അവൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 2 ദിവസത്തിനുള്ളിൽ അവൾ മരണപ്പെടും. അത്രമാത്രം ന്യൂമോണിയ ബാധിച്ച് രോഗം മൂർച്ഛിച്ച് അവൾ മരണത്തിൻ്റെ അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്രകാരം മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന മരിയയുടെ അടുത്തേക്ക് പരിശുദ്ധ കന്യകാമറിയം കടന്നു വരുന്നു. അമ്മ ഇവളുടെ അടുത്ത് കടന്നു വന്ന് മരിയോട് ഇപ്രകാരം പറഞ്ഞു, മരിയേ, നീ വിഷമിക്കണ്ട. ഈ രോഗം നിനക്ക് മരണ കാരണമാവുകയില്ല. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി, ദൈവ ശുശ്രൂഷയിൽ വ്യാപൃതിയാകുന്നതിന് വേണ്ടി, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നീ ഈ രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കും എന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് മരിയയോട് സംസാരിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈ ദർശനം കഴിഞ്ഞ് ഉടനെ തന്നെ മരിയയിൽ മാറ്റങ്ങളുണ്ടായി. അവൾ അവളുടെ ആരോഗ്യം വീണ്ടെടുത്തു. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യവതിയായി ഈ അവസ്ഥയിൽ നിന്ന് അവൾ പുറത്തേക്ക് വന്നു. രോഗബാധിതയായിരുന്ന മരിയയുടെ അടുത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ
2 ദിവസം കൂടി ജീവിക്കുവാനുള്ളൂ എന്ന് പറഞ്ഞ് മരിയ ആ ഒരു വിഷമത്തിൽ കിടന്നപ്പോൾ പരിശുദ്ധ അമ്മ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഇനിയും ജീവിക്കും, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞ സമയത്ത് പരിശുദ്ധ അമ്മ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. അമ്മ മരിയയോട് പറഞ്ഞു, നിൻ്റെ ഈ രോഗം മാറുവാൻ ഇന്ന മരുന്നുകൾ കഴിക്കണം. ആ മരുന്ന് എന്താണെന്ന് പരിശുദ്ധ അമ്മ ഇവൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ ദർശനം കഴിഞ്ഞപ്പോൾ പല രീതിയിലും ഡോക്ടർമാർ പരിശ്രമിച്ചിട്ടും സുഖപ്പെടുത്തുവാൻ സാധിക്കാതിരുന്ന മരിയ ഡോക്ടേഴ്സോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, ഇന്ന മരുന്നുകൾ കഴിക്കുവാൻ അമ്മ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ഡോക്ടർമാർ അമ്മ പറഞ്ഞ മരുന്നുകൾ കണ്ടുപിടിച്ച് മരിയയ്ക്ക് നൽകുകയാണ്. അങ്ങനെ അമ്മ പറഞ്ഞ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മരിയ ആരോഗ്യം വീണ്ടെടുക്കുകയും സുഖമായി ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വാത്സല്യമാണ് നമ്മളിവിടെ കാണുക. പരിശുദ്ധ അമ്മയുടെ കരുതലാണ് നമ്മളിവിടെ കാണുക. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് രോഗബാധിതയായപ്പോൾ ആ കുഞ്ഞിൻ്റെ വേദനയൊക്കെ കണ്ട് മനസ്സിലാക്കി പരിശുദ്ധ അമ്മ ആ കുഞ്ഞ് അമ്മയെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അമ്മ നേരിട്ട് വന്ന് ആശ്വാസമായി അവളോട് ചേർന്ന് നിൽക്കുകയും നമ്മുടെയൊക്കെ അമ്മമാർ നമുക്കൊക്കെ രോഗം വരുമ്പോൾ മരുന്നൊക്കെ തന്ന് നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗീയ അമ്മയും ഒരു വാത്സല്യമുള്ള മാതാവിനെ പോലെ തന്നെ ആ കുഞ്ഞ് എന്ത് മരുന്ന് കഴിക്കണമെന്ന് പോലും പറഞ്ഞു കൊടുത്ത് അവളെ ഇപ്രകാരം ഒരു സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മയുടെ കരുതലിൻ്റെ ഒരു അടയാളമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 5 വയസ്സുള്ള മരിയ തൻ്റെ അമ്മ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ മരിച്ചു പോകുമെന്ന് ഭയന്നിരുന്നപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് റോസാപുഷ്പവുമായി പരിശുദ്ധ അമ്മ ഈ കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് അവളെ ആശ്വസിപ്പിച്ചതും പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ അടയാളമല്ലേ? ഇതുപോലെ പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. നമ്മളെ സഹായിക്കുവാൻ അമ്മ എപ്പോഴും സന്നദ്ധയായി കൂടെയുള്ള അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് മരിയയുടെ കൗമാരപ്രായത്തിലും യൗവനപ്രായത്തിലുമൊക്കെ പല പ്രാവശ്യം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. 1976 മാർച്ച് മാസം 25-ാം തീയതി മംഗളവാർത്ത തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്ന ആ അവസരത്തിൽ പരിശുദ്ധ അമ്മ മരിയയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. വെനിസ്വേലയിലെ ബെറ്റാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. വെനിസ്വേലയിലെ ബെറ്റാനിയയിൽ 1976 മാർച്ച് മാസം 25-ാം തീയതി സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ തിരുജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത ലഭിച്ച ആ ഓർമ്മ തിരുനാൾ നമ്മൾ ആഘോഷിച്ചപ്പോൾ പരിശുദ്ധ അമ്മ മരിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മരിയോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ജനങ്ങളെയും രാജ്യങ്ങളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ മധ്യസ്ഥയാണ് എന്ന്. ഞാൻ രാജ്യങ്ങളെയും ജനങ്ങളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ അമ്മയാണ് ഞാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള അസമാധാനം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. മനുഷ്യൻ മനുഷ്യനെതിരായും വംശങ്ങൾ വംശങ്ങൾക്കെതിരായും രാജ്യങ്ങൾ രാജ്യങ്ങൾക്കെതിരായും ഒക്കെ പല അസ്വസ്ഥതകളും ഭിന്നിപ്പുമൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയം പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി നശിച്ചു പോകേണ്ടവരല്ല, മറിച്ച് സമാധാനത്തിൽ അനുരഞ്ജനപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ സമാധാനത്തിൻ്റെ മധ്യസ്ഥയാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ മരിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവളോട് ഇപ്രകാരം പറഞ്ഞു, 3 കാര്യങ്ങൾ നീ ചെയ്യണം. 1, നീ പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോടും കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടണം. 2, നീ മാനസാന്തരപ്പെടണം, മാനസാന്തരത്തിലേക്ക് നീ കടന്നു വരണം. നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് പ്രാർത്ഥനയിൽ കണ്ടുപിടിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. ഇത് നീ മറ്റുള്ളവരോടും പറയണം.
ലോകത്തുള്ള ഓരോ മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരണം. 3, നീ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. ലോകത്ത് സമാധാനമുണ്ടാകുവാൻ രാഷ്ട്രങ്ങളും ജനങ്ങളും കൂട്ടായ്മകളുമൊക്കെ അനുരഞ്ജനപ്പെടുവാൻ നീ പരിത്യാഗം ചെയ്യണം. ഈ പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും സന്ദേശം ലോകത്ത് നീ എത്തിക്കണമെന്ന് പരിശുദ്ധ അമ്മ മംഗളവാർത്ത തിരുനാൾ ദിവസം പറയുകയാണ്. അതിനുശേഷം അമ്മ പറഞ്ഞു, ബെറ്റാനിയായിൽ ഞാനിപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു ദേവാലയം പണിയണം. അങ്ങനെ എൻ്റെ പുത്രൻ ഈ സ്ഥലത്ത് ആരാധിക്കപ്പെടണം എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ഒരു മരത്തിന് മുകളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അമ്മ അവിടെ അപ്രത്യക്ഷയായി. 1976 തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മരിയയും മരിയയുടെ കൂടെ ഏതാണ്ട് ഒരു 15ഓളം കുട്ടികളും അവർ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മരങ്ങൾക്കുള്ള ഇടയിൽ നിന്ന് മഞ്ഞ്, ഇങ്ങനെ ശക്തമായ മഞ്ഞ് വരുന്നതായിട്ട് അവർ കണ്ടു. ശക്തിയായ മഞ്ഞ് നിലച്ചപ്പോൾ ഈ മരത്തിന് മുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അവർ ദർശിച്ചു. പരിശുദ്ധ അമ്മ മഞ്ഞുപാളികൾക്കിടയിൽ മരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ മക്കളോട് പറഞ്ഞു, മക്കളെ, കൊച്ചുമകളെ, മരിയയാണ് വിളിക്കുന്നത്, കൂടെ മറ്റുള്ളവരൊക്കെ ഉണ്ട്, എങ്കിലും മരിയോടാണ് അമ്മ സംസാരിക്കുന്നത്. കൊച്ചുമകളെ, ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മതങ്ങളിലും വംശങ്ങളിലുമുള്ള എല്ലാ മക്കളോടും നീ പറയണം, ഞാൻ അവരുടെ എല്ലാ അമ്മയാണ്, ഞാൻ അവരെ എല്ലാം സ്നേഹിക്കുന്നുവെന്ന്. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മതങ്ങളിലും വംശങ്ങളിലുമുള്ള മക്കൾ എൻ്റേതാണ്, ഞാൻ അവരുടെ എല്ലാം അമ്മയാണ്, ഞാൻ അവരെ എല്ലാം സ്നേഹിക്കുന്നുവെന്ന് നീ ലോകത്തോട് പറയണം. ഞാൻ ഒരു വിഭാഗത്തിൻ്റെയോ മറ്റൊരു വിഭാഗത്തിൻ്റെ അമ്മയല്ല, ലോകത്തുള്ള സകല മക്കളുടെയും സകല മനുഷ്യരുടെയും, അവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് വംശത്തിൽപ്പെട്ടവനായാലും ഏത് രാജ്യത്തിൽപ്പെട്ടവനായാലും അവരെയെല്ലാം ഞാൻ സ്നേഹിച്ചുകൊണ്ട് അമ്മയായി അവരോട് ഞാൻ ചേർന്ന് നിൽക്കും, അവരെല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എന്ന് പരിശുദ്ധ അമ്മ മരിയയോട് പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തുള്ള സകലരുടെയും അമ്മയാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം. ഇന്ന് പലപ്പോഴും പല മനുഷ്യരും അമ്മയെ മാറ്റി നിർത്തി ഇവർ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ തീർച്ചയായും ക്രിസ്ത്യാനികളുടെ ശക്തയായ ഒരു സഹായിയാണ് പരിശുദ്ധ അമ്മ. എന്നാൽ ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, അമ്മയെ ഈ ലോകത്തിൽ ഏത് വംശത്തിൽ നിന്ന്, ഏത് മതത്തിൽ നിന്ന്, ഏത് രാജ്യത്തിൽ നിന്ന്, ഏത് ഭൂഖണ്ഡത്തിൽ നിന്ന് ആര് അമ്മയുടെ സഹായം യാചിച്ചാലും ആ മക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗീയ സഹായം ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വെനസ്വേലയിലെ ബെറ്റാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു, എനിക്ക് ദരിദ്രനെന്നോ സമ്പന്നനെന്നോ, എനിക്ക് സുന്ദരനെന്നോ വിരൂപനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഉള്ള വ്യത്യാസമില്ല, എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. ലോകത്തുള്ള സകല മക്കളും എനിക്ക് ഒരുപോലെയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ ഒരു സ്നേഹത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരും വിളിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. യേശുക്രിസ്തു ഏക രക്ഷകനാണെന്ന് നമുക്കറിയാം. യേശുക്രിസ്തു ലോകത്തുള്ള സകല മക്കളെയും തൻ്റെ കുരിശുമരണത്തിലൂടെ ബലിയർപ്പണത്തിൽ രക്ഷിച്ചുവെന്നുള്ള സത്യം നമ്മളിലൂടെ ലോകത്ത് നമ്മൾ പങ്കുവെച്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക്, വേദനിക്കുന്ന സഹോദരങ്ങൾക്ക്, പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾക്ക്, നമ്മുടെ അയൽവാസികളിലൊക്കെ പരിശുദ്ധ അമ്മയെ അറിയത്തില്ലാത്ത മക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പരിശുദ്ധ അമ്മ സഹായിക്കുവാൻ സന്നദ്ധതയുള്ള അമ്മയാണെന്ന്. അതുകൊണ്ട് മറ്റുള്ളവരും പരിശുദ്ധ അമ്മ അവരുടെയും അമ്മയാണെന്ന് നമ്മളിലൂടെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട്
പരിശുദ്ധ അമ്മയുടെ സഹായം അവർ തേടുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ലോകത്തിൻ്റെ മുഴുവനും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും അമ്മയായി ഉയർത്തപ്പെടുകയാ. അമ്മയുടെ സഹായം ലോകം മുഴുവനും ലഭിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു, ഞാൻ വന്നിരിക്കുന്നത് ഈ ലോകത്തെ മുഴുവനും എൻ്റെ പുത്രനിലേക്ക് എത്തിക്കുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് എന്ന്. ഞാൻ വന്നിരിക്കുന്നത് ഈ ലോകത്തെ മുഴുവനും എൻ്റെ പുത്രനിലേക്ക് എത്തിക്കുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. ലോകത്ത് ഓരോ മക്കളെയും രക്ഷിക്കണമെന്നും സ്വർഗത്തിലെത്തിക്കണമെന്നും പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നമ്മൾ ഏറ്റെടുക്കണം. കുരിശൻ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരും, നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റം വരും, നമ്മുടെ സാഹചര്യങ്ങൾ സർവ്വതും മാറ്റപ്പെടും. കാരണം അവൾ ഐക്യപ്പെട്ടിരിക്കുകയാ. അമ്മ തന്നെ കടന്നു വന്നതല്ല. അമ്മ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ദൈവത്താൽ ഐക്യപ്പെട്ടിരിക്കുകയാ. എന്തിന്? നിന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ സഹായിക്കുന്നതിന് വേണ്ടിയും സമാധാനത്തെ പൊതിയുന്നതിന് വേണ്ടിയും അങ്ങനെ നമ്മളെല്ലാം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ അടുത്തെത്തിച്ച് രക്ഷിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധ അമ്മ അയക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അമ്മയുടെ കരങ്ങൾ തുറന്നു. അപ്പോൾ അമ്മയുടെ കരങ്ങളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവിടെ കൂടിയിരുന്ന സർവ്വതിനെയും പ്രകാശിപ്പിച്ചു. അപ്പോൾ പിന്നീട് മരിയ പങ്കുവച്ച ഇപ്രകാരമാ, ഒരു സ്വർഗീയ പ്രകാശത്താൽ ആ പ്രദേശം മുഴുവനും ഈ മക്കളും നിറഞ്ഞു. ഒരു സ്വർഗീയ അനുഭൂതി അവരുടെ ആത്മാവിൽ അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അമ്മ ഇപ്രകാരം പറഞ്ഞു, യുവജനങ്ങളോട് നീ പറയണം, ഈ യുവജനങ്ങൾ ദൈവത്തെ മറന്ന് ജീവിക്കരുതെന്നും ദൈവത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് യുവജനങ്ങൾ നിൽക്കണം. കാരണം യുവജനങ്ങളെ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിക്കും. സ്വർഗത്തിൻ്റെ ചില പദ്ധതികൾ ഈ ലോകത്ത് നിറവേറപ്പെടുന്നതിന് യുവജനങ്ങളെ ഞാൻ ഉപകരണമാക്കും. അതുകൊണ്ട് ഓരോ യുവാവും യുവതിയും പരിശുദ്ധ അമ്മയുടെ സഹായം യാചിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റണമെന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുകയാണ്. ബഥാനിയായിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വളരെ ശക്തമാണ്. ഇനി വരുന്ന 2-3 എപ്പിസോഡുകളിൽ പരിശുദ്ധ അമ്മ നൽകിയ വിവിധ സന്ദേശങ്ങൾ നമ്മൾ കാണുവാൻ പരിശ്രമിക്കും. വെനിസ്വേലയിലെ ബഥാനിയായിൽ പ്രത്യക്ഷപ്പെട്ട് അനുരഞ്ജനത്തിൻ്റെ അമ്മയായും സമാധാനത്തിൻ്റെ അമ്മയായും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ നമുക്കും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും നമ്മുടെ കുടുംബജീവിതങ്ങളിലും ലോകം മുഴുവനും അനുരഞ്ജനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനും സമാധാനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം നമുക്ക് യാചിക്കാം. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയോടും വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.